ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തയ്യാറാകുന്നതിൻ്റെ ഭാഗമായി വിവിധ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗങ്ങൾ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് വിളിച്ചു ചേർക്കുകയുണ്ടായി. അതിൽ BLOമാർ മുതൽ എന്ന് പറഞ്ഞാൽ ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥന്മാർ മുതൽ വിവിധ തലങ്ങളിലുള്ളവരെയാണ് വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. അവരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, വോട്ടർ പട്ടികയിൽ ഈ സ്ഥലത്ത് നിങ്ങളുടെ ബൂത്ത് അതിർത്തിയിൽ ഒരു 2 ദിവസം വരെ താമസിച്ചിട്ടുള്ളവരാണ് എന്ന നിലയിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആരെങ്കിലും അപേക്ഷിച്ചാൽ അവർ അവിടെ ആ ബൂത്ത് മേഖലയിൽ 2 ദിവസം താമസിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ, ആരെങ്കിലും സാക്ഷി പറയാനുണ്ടെങ്കിൽ അവരെ വോട്ടർ പട്ടികയിൽ ചേർക്കാവുന്നതാണ്. ഈ നിർദ്ദേശമാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ 2 മാസങ്ങൾക്കിടയ്ക്ക് വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ നൽകിയത്. എന്താ ഇതിൻ്റെ അർത്ഥം? ഒരു ഭാഗത്ത് SIR വഴി ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റുന്നു, മറുവശത്ത് ഒരു ബൂത്ത് അതിർത്തിയിൽ 2 ദിവസം മുമ്പ് വരെ മാത്രം കാണപ്പെട്ടവർ അവരെ പോലും വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു. എന്തായിരുന്നു ഇതുവരെ നടന്നു വന്നിരുന്ന കീഴക്കം? നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഒരു സ്ഥലത്ത് 6 മാസമെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളവരെയാണ് അവിടുത്തെ ബൂത്തിലെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ കഴിയുമായിരുന്നത്. അത് മാറ്റിയിട്ടാണ് 2 ദിവസം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലടക്കം നടന്നതായി ഇപ്പോൾ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 30,000-ലധികം വോട്ടുകൾ കൃത്രിമമായി ഇവിടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ തൊട്ടുകിടക്കുന്ന വ്യത്യസ്ത അസംബ്ലി മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്തു. തൃശ്ശൂർ ഈ നഗരത്തിൽ വന്നും അവർ വോട്ട് ചെയ്തു, വ്യാജ മേൽവിലാസങ്ങൾ നൽകിക്കൊണ്ട്. ഇത് വളരെ വിശ്വാസയോഗ്യമായി മനസ്സിലാക്കിയ ഒരു കാര്യം ഒരു വിമർശനമായിട്ട് ഉന്നയിക്കുകയാണ്. അതിൻ്റെ കൂടുതൽ വസ്തുതകൾ നിങ്ങളാണ്, മാധ്യമങ്ങളാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് സംബന്ധിച്ച് വിശദീകരണങ്ങൾ നൽകാനുണ്ട്.